ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി തീ പോലും കത്തിക്കാതെ നമുക്ക് വീട്ടിലെങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 30 രൂപയുടെ ഒരു ഓരോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 15 എണ്ണമാണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ ഓരോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ട് അതിന് ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ബിസ്ക്കറ്റിൻ്റെയും ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ക്രീമും മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പാല് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒരു ക്രീമിൻ്റെ പരിവാകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ബ്രെഡാണ് നമ്മുടെ കേക്കിന് സ്പോഞ്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ ഒരു ലെയറിൽ 4 ബ്രെഡാണ് വെക്കുന്നത്. നിങ്ങൾക്ക് 4 ബ്രെഡ് വെക്കണില്ലെങ്കിൽ അത്ര വെക്കേണ്ട, ഒരു ബ്രെഡ് വെച്ചാലും മതി. എന്നിട്ട് നമ്മളത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ നമ്മുടെ ഓറിയോയുടെ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ 4 ബ്രെഡ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുക. എന്നിട്ടും കുറച്ച് ബ്രെഡ് വെക്കുക. എന്നിട്ട് അതും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ കുറച്ച് കോഫി പൗഡർ ഒന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ നമ്മുടെ ആ ഒരു ക്രീമിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് പാലും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കാക്കി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് നടുവിൽ ഞാൻ ഇതുപോലെ പൂ പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ പോലും കത്തിക്കാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ലോക്ക്ഡൗണിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്ക് മുട്ടയും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലൊരു കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കേക്കിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.